മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് ഏവർക്കും സുപരിചിതമായ പൊന്നാങ്കണ്ണിച്ചീര വെച്ചിട്ടൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിലോ, ഇതിൽ വൈറ്റമിൻ എ, ബീറ്റ കരോട്ടിനോയിഡ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് വരുന്ന നേത്രരോഗങ്ങൾ, അതേപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ഫാറ്റി ലിവർ അതുപോലുള്ള രോഗങ്ങൾക്കും ഇതൊരു ഉത്തമ ഫുഡ് കൂടിയാണ്. വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊന്നാങ്കണ്ണിച്ചീര ഞാനിവിടെ ഒരു കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ചെറുതായി അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്കിത് സാദാ ചീരയിലും തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് 1 കപ്പ് പരിപ്പ് കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ വന്നതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടികട്ടിയുള്ള പാത്രമോ ഒരു മൺചട്ടിയോ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് 5-6 കൊച്ചുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും 3-4 വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം ചുമക്കും വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൊച്ചുള്ളിയൊക്കെ നന്നായി ചുമന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മുടെ അരിഞ്ഞു വെച്ച ചീര ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചീര വേവാൻ അധികം സമയമൊന്നും വേണ്ട. 2 മിനിറ്റിനുള്ളിൽ ഇത് വെന്തു വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ പരിപ്പ് കറിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി അധികം അങ്ങ് കുറുകി പോവണ്ട. അതുകൊണ്ട് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീര പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം വളരെ എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഈ ഒരു ചീരയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.